The average age of a class having 24 students is 12. When the age of the teacher is added, the average becomes 13. What is the age of the teacher? ഒരു ക്ലാസ്സിലെ 24 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി 13 ആയി. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? അപ്പോൾ 24 കുട്ടികളുടെ ശരാശരി വയസ്സാണ് 12. അപ്പോൾ 24 കുട്ടികളുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ശരാശരിയായി എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. അപ്പോൾ 24 കുട്ടികളുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് 24 ഗുണം 12 288 ആയിരിക്കും. ടീച്ചറും കൂടെ വന്നപ്പോൾ എത്ര പേരായി? 25 പേരായല്ലോ. അപ്പോൾ ശരാശരി എത്രയായി? 13 ആയി. അപ്പോൾ 25 പേരുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 25 ഗുണം 13 325 ആയിരിക്കും. അപ്പോൾ ടീച്ചറുടെ വയസ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 25 പേരുടെ ആകെ വയസ്സിൽ നിന്നും 24 പേരുടെ ആകെ വയസ്സ് മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത് 325 മൈനസ് 288 സമം 37 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 37 ആണ്. The average age of 4 persons is 20. When another person joined, the average age falls to 19. What is the age of the newcomer? 4 പേരുടെ ശരാശരി വയസ്സ് 20 ആണ്. പുതിയ ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി 19 ആയി. പുതിയ ആളുടെ വയസ്സ് എത്ര? 4 പേരുടെ ശരാശരി വയസ്സ് 20 ആണെങ്കിൽ 4 പേരുടെ ആകെ വയസ്സ് എത്ര ആയിരിക്കും? 4 ഗുണം 20 80 ആയിരിക്കും ഇല്ലേ? പുതിയ ഒരാളും കൂടെ വന്നപ്പോൾ എത്ര പേരായി? 5 പേരായി. അപ്പോൾ ശരാശരി എത്രയായി? 19 ആയി. അപ്പോൾ 5 പേരുടെ ആകെ വയസ്സ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 5 ഗുണം 19 95 ആയിരിക്കും. അപ്പോൾ പുതുതായിട്ട് വന്ന ആളുടെ വയസ്സ് എത്ര ആയിരിക്കും? 5 പേരുടെ ആകെ വയസ്സിൽ നിന്നും 4 പേരുടെ ആകെ വയസ്സ് മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ പുതിയ ആളുടെ വയസ്സ് എന്ന് പറയുന്നത് 95 മൈനസ് 80 15 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 15 ആണ്. The average score of a student in 4 subjects is 90. If the student obtained a 95 score in the 5th subject, then the new average is. ഒരു കുട്ടിക്ക് 4 വിഷയത്തിന് ലഭിച്ച ശരാശരി സ്കോർ 90 ആണ്. 5ാമത്തെ വിഷയത്തിന് കുട്ടിക്ക് ലഭിച്ച സ്കോർ 95 ആണെങ്കിൽ ഇപ്പോഴത്തെ ശരാശരി എത്ര? 4 വിഷയത്തിന്റെ ശരാശരി സ്കോർ 90 ആണ്. അപ്പോൾ 4 വിഷയത്തിന്റെ ആകെ സ്കോർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4 × 90 360 ആയിരിക്കും അല്ലേ? 5ാമത്തെ വിഷയത്തിന് കുട്ടിക്ക് കിട്ടിയത് 95 മാർക്കാണ്. അപ്പോൾ ആ കുട്ടിക്ക് 5 വിഷയത്തിനും കൂടെ കിട്ടിയ ആകെ മാർക്ക് എന്ന് പറയുന്നത് ആകെ സ്കോർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 360 പ്ലസ് 95 455 ആയിരിക്കും ഇല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് ഇപ്പോഴത്തെ ശരാശരിയാണ്. എന്തെങ്ങനെയാണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കുക? ആകെ സ്കോറിനെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇവിടുത്തെ ആകെ സ്കോർ എന്ന് പറയുന്നത് 455 ആണ്. എണ്ണം എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത് 455 ഡിവൈഡ് ബൈ 5 91 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 91 ആണ്. ഓക്കെ. The average of 5 consecutive natural numbers is 40. The smallest number is. തുടർച്ചയായ 5 സംഖ്യകളുടെ ശരാശരി 40 ആണ്. എങ്കിൽ അതിൽ ചെറിയ സംഖ്യ ഏത്? തുടർച്ചയായ സംഖ്യയുടെ ശരാശരി അഥവാ ആവറേജ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അതിൻ്റെ മിഡിൽ നമ്പർ, അതായത് നടുവിൽ കിടക്കുന്ന സംഖ്യയായിരിക്കും. അപ്പോൾ ഇവിടെ നടുക്ക് കിടക്കുന്ന സംഖ്യയാണ് 40. 5 സംഖ്യയുടെ നടുക്ക് കിടക്കുന്ന സംഖ്യ 40 ആണ്. അപ്പോൾ 40ന് മുമ്പേ ഏതൊക്കെ സംഖ്യകൾ വരും? 38ഉം 39ഉം അല്ലേ? 40ന് ശേഷം ഏതൊക്കെ വരും? 41ഉം 42ഉം. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 38 ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 38 ആണ്. ഓക്കെ.